നിങ്ങൾ കൂടുതൽ ആഴത്തിൽ സറണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. സറണ്ടർ, സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സമർപ്പിക്കാൻ, നിങ്ങൾ കൂടുതൽ ആഴത്തിൽ സമർപ്പിക്കാൻ. ആർക്കാണ് സമർപ്പിക്കുന്നത്? എനിക്കല്ല, എനിക്കല്ല, തെറ്റിദ്ധരിക്കരുത്, എന്നിലല്ല. മറിച്ച് എല്ലാ രോഗശാന്തിയുടെ പിന്നിലെയും എല്ലാത്തിന്റെയും പിന്നിലെ ആ ഉറവിടത്തിന്, പേരില്ലാത്ത ആ രൂപത്തിന്, ലോകത്തെ ഏറ്റവും കൂടുതൽ അത്ഭുത പ്രവൃത്തി നടത്തിയ ആളാണ് മഹാനായ യേശു. ആ യേശു പോലും വന്നിട്ട് പറഞ്ഞത് എന്നെ ആരാധിക്കാനല്ല, നീ എന്നെ വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. നീ എന്നിൽ, നീ ആദ്യം ഒരു അന്ധന് കാഴ്ച കൊടുക്കുന്നതിന് മുമ്പ് ചെവിയിൽ ഒരു കാര്യം ചോദിച്ചു. വെള്ളപ്പാണ്ട് മാറ്റിയവന്റെ ചെവിയിൽ ഒരു കാര്യം ചോദിച്ചു. ഓരോരുത്തരുടെയും ചെവിയിൽ ആദ്യം യേശു ഒരു രഹസ്യം ഓതി. ആ രഹസ്യം എന്നിൽ നിന്നല്ല, നീ വിശ്വസിക്കുന്നുണ്ടോ? ആ വിശ്വാസമാണ് സമർപ്പണം. നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സമർപ്പകനാണ്, സമർപ്പണം ചെയ്യുന്നവനാണ്. മഹാനായ യേശു പോലും പറഞ്ഞു, പിതാവ് എന്നേക്കാൾ വലിയവനാണ്. യേശു ക്രമീകരണം ആവശ്യപ്പെട്ടു. ക്രമീകരണം. നിങ്ങൾക്കുള്ളിലാണ് ദൈവരാജ്യം, നിങ്ങൾക്കുള്ളിലാണ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. വളരെ വ്യക്തമായി, വളരെ വ്യക്തമായി. നിങ്ങൾക്കുള്ളിലാണ് ദൈവരാജ്യം. ഈ പ്രോഗ്രാം തന്നെ തുടങ്ങാൻ കാരണം ചിലർ ഇതിനെ വച്ചുകൊണ്ട് മുതലെടുക്കുന്നതും ഇത് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടാണ്. പക്ഷെ പല രീതിയിൽ ആളുകൾ ഇതിനെ കൊടുക്കുന്നവരുണ്ട്. നമ്മൾ അതിനെ ഒന്നും കുറ്റപ്പെടുത്തുന്നില്ല, ഒന്നിനെയും കുറ്റം പറയുന്നില്ല. എല്ലാവർക്കും അവരുടേതായ റൂട്ടുകൾ, പല രീതിയിലും ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും. പൈസ കൊടുത്തും ചില ആളുകൾ കൊടുക്കുന്നുണ്ടാവും, അതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും. അച്ചീവ്. പക്ഷെ അവിടെ ഒന്നും നിങ്ങൾ ഞാനൊരു അവതാരമാണ്, ഞാനൊരു വലിയ ഇതാണ് എന്ന് ആരെങ്കിലും പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അല്ല. പ്രവാചകന്മാർ പോലും അത് പറഞ്ഞിട്ടില്ല. പ്രവാചകന്മാർ പോലും ഓപ്പൺ ആയിട്ട് ഒരു ഗ്രന്ഥത്തിലും എവിടെയും നിങ്ങൾക്ക് അത് പറഞ്ഞതായിട്ട് കാണിച്ചു തരാൻ പറ്റൂല. ഞാനൊരു പ്രതിനിധിയാണ്, അല്ലെങ്കിൽ ഞാൻ പ്രതിച്ഛായയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അവിടെയാണ് നെല്ലും പതിരും തിരിച്ചറിയുന്നത്. ഒരു അവതാരമാണ്, ഞാനൊരു അവതാരമാണ്, ഇപ്പൊ അവതാരം പിറവി കൊണ്ടു എന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഡോണ്ട് ബിലീവ് ഇറ്റ്. ഞാൻ ദൈവമാണ്, എന്നെ ദൈവം എന്ന് വിളിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അത് ആവേശം മൂത്തുകൊണ്ട്, ആത്മജ്ഞാനത്തിന്റെ ആവേശം മൂത്തുകൊണ്ട് വേറൊരു മാർഗത്തിലേക്ക് പോകുന്ന വഴിയാണ്. അതൊന്നും അല്ല.